അല്ല, ഒന്നുകൂടെ അടിയന്തരാവസ്ഥയെയും സംഘത്തിൻ്റെ നിരോധനത്തെയും പറ്റി കേട്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ഇന്ദിരാഗാന്ധിയുടെ അധികാരം നിലനിർത്താനായിട്ട് ഇങ്ങനൊരു നിയമം കൊണ്ടുവരുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ യോഗം കൂടി ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം സ്വയംസേന പറഞ്ഞ് മനസ്സിലാക്കി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ചതിവിലോട്ട് പോകാനായിട്ട് വരരുത്. കാരണം ഈ അവിടെ ചെന്ന് കഴിയുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഇത് സംഘം നേരത്തെ പറഞ്ഞിരുന്നില്ലല്ലോ എന്നൊരു തോന്നൽ സ്വയംസേവർക്ക് ഉണ്ടാകരുത്. വരുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളതിന് രംഗത്തിറങ്ങുമായിരുന്നു. ചിലപ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൻ്റെ അകത്ത് കിടക്കേണ്ടതായിട്ട് വരും. അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി എന്ന് വളരെ ശക്തമാണ്. അടിയന്തരാവസ്ഥ ഇത് എന്ന് നിലനിൽക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും ഞങ്ങൾ എല്ലാത്തിനെയും നേരിടാനായിട്ടുള്ള ഒരു മനസ്സോടു കൂടിയാണ് ഇതിനെ ഞങ്ങൾ നേരിട്ടത്. അത് രണ്ട് രീതിയിലായിരുന്നു ഇതിൻ്റെ നിയമങ്ങൾ. ഒന്ന്, മിസ്സിനനുസരിച്ച് ഒരു കൂട്ടരെ കസ്റ്റഡിയിലെടുത്തു. അതായത് പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കം നടത്തി ഇവരുടെ ഭരണത്തിനെതിരായിട്ട് ഇവർ കാണിക്കുന്ന ദോഷവശങ്ങളെ പറ്റി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരെ കണക്കാക്കിക്കൊണ്ട് അവരെയൊക്കെ ഒരു കരുതൽ തടങ്കൽ എന്നുള്ള നില കൂടെ പിടിച്ചെടുത്തു. ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് നേരെ അവിടെ നിന്ന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് കൊണ്ടുപോയത്. ഞാനവിടെ ചെല്ലുമ്പോൾ എന്നെപ്പോലെ തന്നെ 10-20-25 ആൾക്കാരോളം അവിടെ ഉണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയായിരുന്നു? അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രലിലോട്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ കൂടെ 25 പേരോളം ഉണ്ടായിരുന്നു. അത് പല രംഗങ്ങളിലും നല്ല ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആൾക്കാരായിരുന്നു അവരെല്ലാവരും. അന്നത്തെ ഈ അന്നുണ്ടായിരുന്നവർ പ്രധാനമായിട്ടുള്ളവരാരൊക്കെയായിരുന്നു? അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ RSSൽ പെട്ട ആൾക്കാർ. ഞങ്ങളുടെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, സദാശിവൻ എന്ന് പറഞ്ഞൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ പ്രോവിഡന്റ് ഫണ്ട് ഓഫീസ് ജോലികളിൽ ഒരു പരമേശ്വരൻ നായരുണ്ടായിരുന്നു. പിന്നെ വർക്കലയിലുള്ള ഒരു കൃഷ്ണൻ നായരുണ്ടായിരുന്നു. വലിയ സൈനിക സേവനം നടത്തി ക്യാപ്റ്റൻ പദവി വിട്ടേറിയ ആളായിരുന്നു. പിന്നെ അധ്യാപകർ ഒരു 3-4-5 അധ്യാപകർ, കോളേജ് അധ്യാപകർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പിന്നെ ബിസിനസ്സിൽ അന്ന് നല്ല നിലയിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആണ് ഭീമ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഭീമ ജൂവലേഴ്സ്. അതിൻ്റെ അവരെ ചേട്ടാനിയമ്മ 2 പേരാണ്. അതിനകത്ത് അനിയൻ ആയിരിക്കുന്നത് നാരായണപ്പട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ജയിലിലെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ജയിലിലെ അനുഭവങ്ങൾ ഞങ്ങൾ അന്നത്തെ എല്ലാ വിഷമങ്ങളും ഞങ്ങൾ ജയിലിൽ വരുന്ന എല്ലാ വിഷമങ്ങളും ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് തന്നെ ഞങ്ങളെല്ലാം സഹിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ചിട്ട കൊണ്ടുവന്നു. അവിടെ രാവിലെ എണീക്കും. എണീറ്റ് കഴിഞ്ഞാൽ ജനകീയകളും കാര്യങ്ങളും കഴിഞ്ഞ് അവർ 7 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വിഷ്ണു സഹസ്രനാമം ഒന്നിച്ചിരുന്നു. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇത്രയും നാളും ഈ ജയിലിൽ ഒരുപാട് ആൾക്കാരെ തൂക്കിക്കൊല്ലുകയും ഇങ്ങനെയുള്ള ദുർമരണങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ജയിലാണല്ലോ. അപ്പം ദുരാത്മാക്കൾ ഒരുപാട് പേര് അവിടെ കാണും. അവർക്കൂടൊക്കെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ ഈ നാമജപത്തിലും മന്ത്രജപത്തിലൊക്കെ കൂടെ. അപ്പോൾ ഈ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആഹാരം കൊണ്ടുവരും. ആഹാരം 2 ദോശ, 2 ഗോതമ്പ് ദോശ, ഒരു സ്വല്പം ചെറു പയറും, ഒരു ഗ്ലാസ് ചായ, ഇത്തരമുള്ള ആഹാരം. അത് ആഹാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും
ഈശ്വരഭജനത്തിലിരിക്കും. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ സംസ്കൃത മഹോപാധ്യായ പാസ്സായ 2 അധ്യാപകന്മാരുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം ഇതിൻ്റെ ഒരു ഗീതയുടെ തന്നെ ഒരു ഭാഗം വ്യാഴി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കും. അങ്ങനെ പോവും. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കാണ്ട് ഉച്ച അടുത്താവും. അപ്പം പിന്നെ ഉള്ള സമയങ്ങളിൽ അവർ കുറച്ച് ഉല്ലാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടപെടും. പിന്നെ ഉച്ചയ്ക്ക് ഊണാണ്. ചിലർ പ്രത്യേകമായിട്ട് ചില പുസ്തകങ്ങൾ വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ വിശ്രമമുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഞങ്ങൾ ഭജനയുണ്ട്. ഭജന പാടും. അത് അപ്പോൾ ഈ നാരായണഭട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഭീമഭട്ടരുടെ അനിയൻ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് വീട്ടിൽ നിന്ന് ഈ ധാരാളം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ അദ്ദേഹത്തിന് കഴിക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. അദ്ദേഹത്തിന് തന്നെയല്ല, എല്ലാവർക്കും കൂടെ ഒടുക്കത്തക്ക നിലയിലുള്ളതാണ് കൊണ്ടുവരുന്നത്. ആ ഇതിൻ്റെ ഭജനയുടെ അവസാനം ഒരു പ്രസാദ വിതരണം എന്നുള്ള നിലയിൽ കൂടെ അതെല്ലാം എല്ലാവർക്കും കൊടുക്കും. പിന്നെ സംഘപ്രാർത്ഥനയുണ്ട്. സംഘപ്രാർത്ഥന എല്ലാവരും ഒന്നിച്ച് ചെല്ലും. അപ്പോഴത്തേക്ക് വേണ്ട സന്ധ്യയായി വരും. 6 മണിയാകുമ്പം തന്നെ എല്ലാവരും അകത്ത് കയറ്റി, കൂട്ടിനകത്ത് കയറ്റി, ജയിൽ മുറിയിൽ കയറ്റി എല്ലാവരെയും പോകും. പിന്നെ നേരം വെളുത്ത് 6 മണിക്ക് കഥ തുറക്കത്തുള്ളൂ. അതിനൊക്കെ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും അത് ഈ ഏതെല്ലാം അസുഖങ്ങൾ വന്നാലും ഒക്കെ തന്നെ ആൾക്കാരെ പുറത്തു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ജയിൽ വാർഡന് ടൗണിലാണ് ജയിലിൻ്റെ അന്നത്തെ ചുമതലയുള്ള ആളാണ്. ജയിൽ വാർഡനെ പറഞ്ഞ് ജയിൽ വാർഡൻ ടൗണിൽ ചെന്നിട്ട് അടുത്ത കാര്യം പറഞ്ഞ് അസുഖമൊക്കെ കൂടിയ ഒരു പാർട്ടിയെ കൊണ്ടുപോകണം, ആശുപത്രി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് താക്കോല് മേടിച്ച് ഇത് തുറന്ന് നമ്മളെ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ. അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതമായിരുന്നു അവിടുത്തെ. പിന്നെ സ്വന്തം ചേട്ടൻ RSSകാരെ വേട്ടയാടാൻ നിയോഗിക്കപ്പെടുക പോലീസിലായിരുന്നത് കാരണം അനിയൻ ജയിലിൽ കിടക്കുന്നു. അത് മാത്രമല്ല, ചേട്ടൻ അറസ്റ്റ് ചെയ്ത ആളിൻ്റെ കൂടെ അനിയൻ കിടക്കുന്നു. അത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കുമല്ലോ അന്നത്തെ അടിയന്തരാവസ്ഥയിൽ. അദ്ദേഹം കേരളത്തിലെ ഒരു ഏറ്റവും വലിയ ഒരു നാഗരാജ ക്ഷേത്രമാണ് മണ്ണാശാല എന്ന് പറയുന്നത്. ആ മണ്ണാശാല ക്ഷേത്രത്തിൻ്റെ ഒരു അവകാശി, 4 അവകാശികളുടെ കൂട്ടത്തിൽ ഒരു അവകാശിയാണ് അദ്ദേഹം ഞാൻ ഒരു മുറിയിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് എൻ്റെ ജ്യേഷ്ഠനാണ് അറസ്റ്റ് ചെയ്തത്. അരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ, അരിപ്പാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. വളരെ അതിന് കുറേ നാളിന് ശേഷം അദ്ദേഹം അവിടുന്ന് തൃശ്ശൂർ ജയിലിലോട്ട് മാറി. തൃശ്ശൂർ വിയൂർ സെൻറ്ററിലോട്ട് കൂടി അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്താണ് പിന്നെ അങ്ങോട്ടേക്ക് മാറി. അങ്ങനെ പിന്നെ പേപ്പറൊക്കെ കൊണ്ടുവന്ന് രാവിലെ പേപ്പർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നും വായിക്കാൻ കാണത്തില്ല. എല്ലാം എടുത്ത ദ്വാരങ്ങളായിരിക്കും മൊത്തം. കാരണം സകല വാർത്തകൾ അവർ എന്തെങ്കിലും ഒരു സംശയം വന്ന വാർത്തകളെല്ലാം അവർ കട്ട് ചെയ്ത് പേപ്പർ എടുത്തുള്ളൂ. പേപ്പറൊന്നും വായിക്കാൻ കാണത്തില്ല. അത് പിന്നൊരു പേരിനൊരു പേപ്പർ തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങളിതിൻ്റെ ഈ ഇത്ര 22 മാസത്തോളം ഞാൻ അതിനകത്ത് കടന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുമാതിരി ഒരു 95% ആൾക്കാരെ പുറത്തു വിട്ടു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിനാണ് ഈ നക്സലുകളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം അവിടെ വെച്ച് എഴുത്തും വായന പഠിക്കുന്ന ആൾക്കാർ വരെ അതിനകത്ത് ഉണ്ടാകുന്നു. അത്ര വിദ്യാഭ്യാസമായിട്ട് മുന്നേറി നിൽക്കുന്ന ആൾക്കാരായിരുന്നു അവർ. നല്ലൊരു ശതമാനം പേരും അവരും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും തോന്നി രാവിലെ കുളിയും തന്നെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവർ ഒരു ചിട്ടയായിട്ട് അവർ കൊണ്ടുവരാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഇത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നുള്ളൊരു വിവരം ഞങ്ങൾക്ക് കിട്ടി. ഇന്ദിരാഗാന്ധി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് നടന്നത് ആ റിസൾട്ട് ഞങ്ങൾ അറിഞ്ഞത് നേരം വെളുത്താണ് അറിയുന്നത്. അപ്പോൾ ജയിലിലെ വാർഡൻ വന്ന് പറഞ്ഞു കച്ചി 55,000 വോട്ടിന് തോറ്റു. അങ്ങനെയാണ് ഞങ്ങളത് അതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കിയത്. അതിനുശേഷം ഞങ്ങൾക്ക് മോചനം അപ്പോഴൊന്നും കിട്ടിയിട്ടില്ല. ഇന്ദിരാഗാന്ധി രാജിവെച്ചു. ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. സഞ്ജയ് റെഡ്ഡി പ്രസിഡൻ്റായിട്ട് വന്നു. അപ്പോഴത്തേക്കാണ് RSSൻ്റെ മേലുള്ള നിരോധനം പിൻവലിച്ചത്. അപ്പോൾ നേരത്തെ വിട്ടതിന് ശേഷം 6 or 7 ആൾക്കാരെ കുറച്ച് ആൾക്കാർ അല്ല വലിയ ഭീകരന്മാരാണെന്ന് പറഞ്ഞാൽ വിടാതിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് മോചനം കിട്ടുന്ന ആ സമയത്താണ് ഞങ്ങൾ ഏത് കാര്യത്തിനാണോ ഞങ്ങൾ സമരം ചെയ്ത് അകത്ത് വന്നത് ആ കാര്യത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിൽ കൂടെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ജയിലിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് മുമ്പിലുള്ള ചായക്കടയിലുള്ള ആകാശവാണി റേഡിയോ വാർത്ത കേൾക്കുകയാണ് RSSൻ്റെ മേലുള്ള നിരോധനം പിൻവലിച്ചു, ഇന്ദിരാഗാന്ധി രാജിവെച്ചു.
പ്രസിഡന്റ് സച്ചിവരട്ടി അധികാരം പറ്റും എന്നുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. അങ്ങനെ ആ ജയിൽ ജീവിതം ഞങ്ങൾ ഈ ദുരിതപൂർണമായിട്ടുള്ള ജയിൽ ജീവിതം ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് പൂർത്തിയാക്കി. എത്ര വർഷം അകത്ത് കിടന്നു വിസാപ്രകാരം? 22 മാസത്തോളം ഞാൻ അകത്ത് കിടന്നു. എൻ്റെ കൂടെ ഉള്ളവർ പണ്ട് നേരത്തെ തന്നെ പോയി. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കുറച്ചുപേര് മാത്രമേ ഉള്ളായിരുന്നു. ഒരു പ്രസ് നടത്തി ആലപ്പുഴയിൽ ഒരു വലിയൊരു പ്രസ്സാണ് വിദ്യാരംഭ പ്രസ്. ആ വിദ്യാരംഭ പ്രസിൻ്റെ ഉടമസ്ഥൻ്റെ മകൻ കൊച്ചു പയ്യൻ 21 വയസ്സേ ഉള്ളൂ. അവരും എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഈ ശിവദാസൻ എന്ന് പറഞ്ഞ പ്രചാരനെ വിട്ടില്ല. ഈ പരമേശ്വരൻ നായർ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ആയുർവേദ കോളേജിലെ ഡോക്ടറാണ്. അദ്ദേഹം റോഡ് ഫണ്ട് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അവസാനം ഈ രണ്ടാമത് തെരഞ്ഞെടുപ്പ് വെച്ചു, വീണ്ടും തെരഞ്ഞെടുപ്പ് വെച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റു. അതിൻ്റെ പേരിൽ വേറൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. നമ്മൾ തന്നെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അതിനകത്ത് കിടന്ന് നിറയിച്ച് ഏത് നിലയിൽ കൂടെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ആയിത്തീർന്നത്. ഏറ്റവും അന്നത്തെ RSS വിരോധികളായ പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? RSS വിരോധികളായ രാഷ്ട്രീയക്കാരും? ഞാൻ പറഞ്ഞു കേട്ടത്, അതിൻ്റെ അകത്തൊരു ഇസ്പേഡ് ഗോപി എന്ന് വിളിക്കുന്ന ഒരു ഗോപിനാഥൻ നായരുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ആലപ്പുഴയിലെ CI എങ്ങാണ്ടുമായിരുന്നു. പിന്നൊരു മുസ്ലിം ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് താജുദ്ദീനാണോ? താജുദ്ദീൻ തോന്നുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഏറ്റവും കൂടുതൽ വിഷമം സഹിച്ചാണ് നമ്മുടെ IK ഗോപകുമാരൻ. അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച് ഒരുപാട് വേദനകളൊക്കെ ചെയ്ത് ശരീരം വളരെ മോശമായിട്ടുള്ള നിലയിൽ കൂടെ ആരോഗ്യം തീരെ നശിച്ച രീതിയിൽ കൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങി വരുന്നത്. അങ്ങനെ പിന്നെ അദ്ദേഹം ചുരുക്കം പറഞ്ഞാൽ നാട്ടിൽ ഇറങ്ങി വന്നിട്ടും തികച്ചും ഒരു രോഗിയായിട്ടാണ് അവസാനം വരെ പുള്ളി മരിച്ചത്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അതുപോലെ ഈ ശിവദാസൻ എന്ന് പറഞ്ഞ ആള് കുറച്ച് തൻ്റെ ഇടമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ദ്വാരന്മാർ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളിയായിട്ട് എന്തെങ്കിലും പറയും. അദ്ദേഹത്തിനെ ഒറ്റമുറിക്കാത്ത അന്ന് ശിക്ഷ എന്നുള്ളതെല്ലാം കൂടെ ഒറ്റമുറിക്കാത്ത പിടിച്ചിട്ടു. അത് കഴിഞ്ഞ് അപ്പം അതിനു മുമ്പ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇവരുടെ രഹസ്യ മുറിയുണ്ട്. ആ മുറി കൊണ്ട് പാർപ്പിച്ചിട്ട് വളരെ നീചമായിട്ടുള്ള രീതിയിലുള്ള ഉദരങ്ങളൊക്കെ നടത്തിയിട്ട് സത്യം പറയിക്കാൻ വേണ്ടി. അങ്ങനെ അവസാനം ABS നടത്തി കൊടുത്താണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണത്തില്ല. ഇതിനെക്കാളും ചില പ്രശ്നങ്ങൾ ഈ അടിയന്തരാവസ്ഥ ഞങ്ങൾ നേരിട്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വേറെ നിലപാട് ബാധിച്ചിട്ടില്ല. പിന്നെ നമ്മളെ വീട്ടിൽ കഴിഞ്ഞിരിക്കുന്ന പോലെ ജയിലിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ശാരീരികമായിട്ട് എനിക്കും വളരെ വിഷമങ്ങളുണ്ടായിരുന്നു. ഞാനകത്ത് 15 കിലോ വെയിറ്റോടെ എല്ലാം കുറഞ്ഞു. അതെല്ലാം പിന്നെ നാട്ടിൽ നിന്നെല്ലാം മാറ്റിയെടുത്തു. കുഴപ്പമൊന്നുമില്ല.